ഹലോ, അസ്സലാമു അലൈക്കും. ഓർഗാനിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. ഒത്തിരി ബുദ്ധിമുട്ടും നെഞ്ഞുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, മടിയായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്നൊരു മൂഡ് തോന്നി, അപ്പോൾ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് സെയിൽ വീഡിയോ ആണ് എടുക്കണത്. നമ്മളെ കമ്പ് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ. ബോഗൺവില്ലയുടെ കമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ നമ്മൾ മാറ്റിക്കുത്തി എന്താ പറയുക, അവിടെയൊക്കെ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് വരികയാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. എന്നാലും അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ ഈ മഴക്കാലമല്ലേ. അപ്പം ഞാൻ വിചാരിക്കുന്നു 3 ചെടിയുടെ കമ്പ് 3 തൈ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചില്ലി റെഡും പർപ്പിൾ ക്യൂനും വീര ഓറഞ്ചുമാണ്. മറക്കണ്ട, പർപ്പിൾ ക്യൂന്, വീര ഓറഞ്ച്, ചില്ലി റെഡ്. ഇതിൻ്റെ 3 കമ്പുണ്ടാവും. 3 തൈക്കളുടെ 3 കൊമ്പ് വെച്ചിട്ടാണ് ഞാൻ വെക്കണത്. അതിൽ 3 തൈകൾ വെക്കുമ്പോൾ നമുക്ക് 150 രൂപ വരുന്നുള്ളൂ. പ്ലസ് CCയും കൂടെ വരും, അതായത് കൊറിയർ ചാർജും കൂടെ വരും. അപ്പോൾ അത് ചെറിയൊരു പൈസ വരുന്നുണ്ടാവുള്ളൂ, കാരണം അതിന് വെയിറ്റ് വരുന്നില്ലല്ലോ പോസ്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ 150 രൂപക്ക് നമുക്ക് 3 തരം തൈകളും കിട്ടും. അത് 3 കൊമ്പുകളും ഉണ്ടാവും കേട്ടോ. ഒരെണ്ണത്തിൻ്റെ തന്നെ 3 കൊമ്പുകൾ തൈക്കളും എന്താ പറയുക, കൊമ്പുകൾ വെക്കുന്നുണ്ട്. അതിൽ തന്നെ 3 തരങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളെ. ഞാൻ നമ്പർ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഇതുള്ളതാണ് എൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കൊമ്പുകൾ കുത്തി പിടിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര എനിക്ക് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യും. പിന്നെ മഴക്കാലമല്ലേ, കൊമ്പ് പിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോൾ. അഥവാ പിടിക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നണവർക്ക് ഇപ്പോൾ റൂട്ടിൻ ഹോർമോണൊക്കെ മേടിച്ചൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ടുവെച്ചാൽ അപ്പം അതും പിടിക്കാൻ സുഖമാണ്. അതിനും പ്രയാസമില്ലല്ലോ. എല്ലാം ഇന്നിപ്പോൾ മേടിക്കാൻ കിട്ടും. നമ്മൾ വളക്കടയിൽ പോയാൽ മേടിക്കാൻ കിട്ടും. ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കുത്തിയതൊരു വിധമൊക്കെ പൊടിച്ച് വന്നേക്കണ്. കയ്യാട്ട മജന്ത അങ്ങനത്തെ ഒക്കെ ഇന്നാൾ പിടിപ്പിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. അതൊക്കെ ഒരു വിധം പൊടിച്ചേക്കണം. ഇനിയും പിടിപ്പിക്കാനുണ്ട്. അപ്പോഴേക്കും എനിക്ക് മണ്ണ് വെയിറ്റ് താങ്ങലും ഇതൊക്കെ ആയിട്ട് എനിക്ക് നെഞ്ഞത്ത് ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം പിന്നെ ബുദ്ധിമുട്ടായിട്ടേ. അപ്പോൾ പിന്നെ വെയിറ്റ് അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇടുമ്പോൾ അതിൻ്റേതായ പ്രയാസമുണ്ട്. വെയിറ്റ് എടുക്കലൊക്കെ ഇത്തിരി പാടാണ്. എന്നാലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് അല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് അങ്ങനെ ശ്വാസം ഇങ്ങോട്ട് കിട്ടാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് വിശേഷങ്ങൾ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും. ഞാനതുപോലെ ഈ പരിസരത്തൊക്കെ അങ്ങനെ വൃത്തിയാക്കി കമ്പ് പിടിപ്പിക്കാനുള്ള ഇതൊക്കെ ആക്കി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. പരിസരം വൃത്തിയാക്കിയതാവാം. കൊമ്പുകൾ പിടിപ്പിച്ച് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ചില്ലിയുടെ ഒരുവിധം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മഴ ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് ഇത് മാത്രമല്ല, പിന്നെ പറമ്പ് ക്ലീനാക്കാൻ നിൽക്കുമ്പോൾ സമയം അങ്ങനെ പോവല്ലേ. പുല്ല് പറിച്ച് അതിങ്ങനെ തെങ്ങും തടമൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പണികൾ നേരെ അങ്ങോട്ട് പോണത് അറിയില്ല. അങ്ങനെ പിന്നെ വീട്ടിലും പണി ഉണ്ടാവുമല്ലോ. ഒക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ ചെയ്യുന്നവരൊക്കെ കമൻറ്റിലൂടെ അറിയിക്കിട്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇതുപോലെ വീഡിയോ ഇടാത്തതിനൊന്നും ആരായിട്ടും ഒരു ഇതുമില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഷെയർ ചെയ്യട്ടാ. എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീടായിട്ട് അടുത്ത് തന്നെ വരാം. ഒരു സെയിൽ വീഡിയോ തന്നെയാണ് അടുത്തന്നെ ഉണ്ടാവുക. അപ്പോൾ അടുത്തന്നെ ഇതുപോലെ ഈ ആഴ്ച എല്ലാ ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഉണ്ടായേക്കാലോ. അങ്ങനെ മഴക്കാലം ആയതുകൊണ്ട് എല്ലാ ചെടികളും പൂക്കാത്തൊരു പോലെയല്ല ഇപ്പം നിൽക്കുന്നത്. കയ്യോട്ടയുടെ ചെടി മാത്രമാണ് പൂത്ത് നിൽക്കുന്നത്. പിന്നെ അതുപോലെ ബട്ടർ കപ്പിൻ്റെ തന്നെ അതേ കളറുള്ള വേറെ അത്ര അങ്ങോട്ട് ബട്ടർ കപ്പല്ല എങ്കിലും
വേഗം പിടിക്കും. ആദ്യം ബട്ടർ കപ്പിൻ്റെ തന്നെ ഡൂബിളി ബട്ടർ കപ്പ് എന്നാണ് പറയും. അതിപ്പോഴും പൂവിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളടുത്ത്. അതിൻ്റെ പൂവൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിവരങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.